ഹായ് ഡിയേഴ്സ്, ദിസ് ഇസ് ANJ ഫ്രം മാർക്കനെക്സ്. സോ മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെയും അതേപോലെ കോട്ടയം മെഡിക്കൽ കോളേജിലെയും ഓൾറെഡി നമ്മൾ കാലിക്കറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ഈ രണ്ട് കോളേജുകളുടെയും കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ അനലൈസ് ചെയ്യണം. അതായത് ഏത് നീറ്റ് സ്കോറിനാണ് ഒരു ഗവൺമെന്റ് MBBS സീറ്റ് ഈ ഒരു കോളേജിൽ കിട്ടിയത്, അതും കാറ്റഗറി വൈസ് ആണ്. നമ്മൾ ഓരോ കാറ്റഗറിയുടെയും കാണുന്നുണ്ട്. ഓപ്പൺ കാറ്റഗറി, ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ്, ഹിന്ദു തുടങ്ങിയ എല്ലാ കാറ്റഗറികളുടെയും ലാസ്റ്റ് റാങ്ക് നമ്മൾ അനലൈസ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും നീറ്റ് സ്കോറുകൾ കമ്പയർ ചെയ്തതിൽ ഏകദേശം ഒരു 10, 20, 30 മാർക്കിന്റെ ഒക്കെ വ്യത്യാസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. അത്രയും 25ന്റെ അത്ര ടഫ് അല്ലായിരുന്നെങ്കിൽ പോലും 26 അത്യാവശ്യം നല്ല രീതിയിൽ ടഫ് ആയിരുന്നു. സോ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം മനസ്സിലാകും ഏത് റാങ്കിന് ഈ വർഷവും കിട്ടും എന്നുള്ള കാര്യം. യെസ്, അപ്പൊ നമുക്ക് ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെ നോക്കാം. ടോപ്പായിട്ട് വരുന്ന എല്ലാ മെഡിക്കൽ സീറ്റുകൾക്കും ഒരേ പ്രാധാന്യമാണ്, എന്നാൽ പോലും ടോപ്പ് റാങ്കേഴ്സ് ഒപ്റ്റ് ചെയ്യുന്ന ഒരു കോളേജ് തന്നെയാണ്. ഓപ്പൺ കാറ്റഗറിയിൽ 594 കഴിഞ്ഞ തവണത്തെ ലാസ്റ്റ് റാങ്ക്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം 594 റാങ്ക് എന്ന് പറയുന്നത് ടോപ്പ് റാങ്ക് ആണ്. 564 കുട്ടിയുടെ നീറ്റ് സ്കോർ എന്ന് പറയുന്നത്. അതായത് 594 റാങ്കിന്റെ നീറ്റ് സ്കോർ 564. ഇത് കേരള റാങ്ക് ആണ്. യെസ്, ഈഴവ 815 റാങ്ക്, 556 കുട്ടിയുടെ നീറ്റ് സ്കോർ. മുസ്ലിം കാറ്റഗറി 673 ലാസ്റ്റ് റാങ്ക്, 560 കുട്ടിയുടെ നീറ്റ് സ്കോർ. ബാക്ക്വേർഡ് ഹിന്ദു 799 റാങ്കിനും, LA 1200 റാങ്കിനും, ധീവര 3887 റാങ്കിനും, VK 820 റാങ്കിനുമാണ് കഴിഞ്ഞ തവണ ഈ ഒരു ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടുന്നത്. 820 റാങ്ക് എന്ന് പറയുമ്പോൾ 556 നീറ്റ് സ്കോർ. അതൊരു 3887 റാങ്കിലേക്ക് എത്തിയപ്പോൾ നീറ്റ് സ്കോർ വീണ്ടും താഴ്ന്ന 510. അതായത് കഴിഞ്ഞ തവണ 510 നീറ്റ് സ്കോറിന് ഈ ഒരു കാറ്റഗറിയിൽ, ധീവര കാറ്റഗറിയിൽ കോട്ടയത്ത് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് MBBSന്. യെസ്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ഇത് തേർഡ് അലോട്ട്മെന്റ് പ്രകാരമുള്ളതാണ്. യെസ്, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1351 റാങ്കിനാണ് കിട്ടിയത്. 544 കുട്ടിയുടെ നീറ്റ് സ്കോർ. കുശവൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് 6247 കിട്ടി. 488 നീറ്റ് സ്കോർ. കുടുംബി ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, 14,879 കിട്ടി. 416 നീറ്റ് സ്കോർ. SC കാറ്റഗറിയിൽ 9173 കിട്ടി. 464 നീറ്റ് സ്കോർ. ST കാറ്റഗറിയിൽ 17,812 കിട്ടി. 390 നീറ്റ് സ്കോർ. EW കാറ്റഗറിയിൽ 1496 വരെ കിട്ടി. 541 നീറ്റ് സ്കോർ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 390 റാങ്ക് നീറ്റ് സ്കോർ വരെ കഴിഞ്ഞ തവണ അഡ്മിഷൻ കിട്ടി. കോട്ടയത്ത് ഗവൺമെന്റ് MBBS സീറ്റ് ലഭിച്ചിട്ടുണ്ട്. അടുത്തത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആണ്. അഗെയിൻ ടോപ്പേഴ്സ് ഒപ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ്. എല്ലാ സീറ്റുകളും ഒരേ വാല്യൂ ആണ്, അത് ഞാൻ വീണ്ടും പറയുകയാണ്. ബട്ട് റാങ്കിങ് നമ്മൾ നോക്കുമ്പോൾ ടോപ്പ് റാങ്കേഴ്സ് ആണ് ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, ഓപ്പൺ കാറ്റഗറി 370 റാങ്കിന് മാത്രമാണ് കഴിഞ്ഞ വർഷം ഈ ഒരു ക്യാമ്പസിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. 370 റാങ്കിന്റെ നീറ്റ് സ്കോർ 573. അതായത് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 550നും 590നും ഇടയിലാണ് നീറ്റ് സ്കോർ വന്നിരിക്കുന്നത്. ടോപ്പേഴ്സിന്റെ എല്ലാ നീറ്റ് സ്കോർ വന്നിരിക്കുന്നത്. യെസ്, അടുത്തത് ഈഴവ കാറ്റഗറി 611 ലാസ്റ്റ് റാങ്ക്, 563 നീറ്റ് സ്കോർ. മുസ്ലിം കാറ്റഗറി 450 ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. അതായത് 450 റാങ്കിന് മാത്രമാണ് ഈ ഒരു ക്യാമ്പസിൽ, ഈ ഒരു കാറ്റഗറിയിൽ അവസാനമായിട്ട് അഡ്മിഷൻ ലഭിക്കുന്നത്. 569 ആയിരുന്നു കുട്ടിയുടെ നീറ്റിന്റെ സ്കോർ എന്ന് പറയുന്നത്. ശരിക്കും നമ്മൾ ഈ വർഷത്തെ കട്ട് ഓഫ് എല്ലാവരും പ്രഡിക്ട് ചെയ്തത് ഒരു 560നും 580നും ഇടയിലാണ് പ്രഡിക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു 550 to 590 നമുക്ക് കരുതാം. അപ്പൊ ഈ ഒരു നീറ്റ് സ്കോറിനിടയിൽ എല്ലാ കാറ്റഗറീസും ഉൾപ്പെടില്ല. ഓക്കെ, അതായത് കുറച്ച് മാർക്ക് കുറഞ്ഞാൽ പോലും, കുറച്ച് സ്കോർ കുറഞ്ഞാൽ പോലും നമ്മുടെ കാറ്റഗറിയിൽ എത്ര കുട്ടികളാണ് ഓരോ ക്യാമ്പസിലേക്കും അപ്ലൈ ചെയ്യുന്നത്, അതനുസരിച്ച് നമ്മുടെ സാധ്യത കൂടുക തന്നെ ചെയ്യും. എല്ലാ കുട്ടികളെയും ആദ്യം ജനറൽ കാറ്റഗറിയിൽ, യാതൊരു റിസർവേഷനും ഇല്ലാത്ത ഓപ്പൺ കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യും. അവിടെ നമുക്ക് സീറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റഗറി അനുസരിച്ച് നമ്മളെ കൺസിഡർ ചെയ്യും. അപ്പൊ നമ്മുടെ കാറ്റഗറിയിൽ പെട്ട ഒരു കുട്ടികളുടെ എണ്ണം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ക്യാമ്പസിൽ കുറവാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടും. യെസ്, ഓക്കെ. ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി 690 ലാസ്റ്റ് റാങ്ക്, 560 നീറ്റ് സ്കോർ. LA 780 റേഞ്ച് ആണ് വന്നിരിക്കുന്നത്. 557 ലാസ്റ്റ് സ്കോർ, നീറ്റിന്റെ സ്കോർ. ധീവര കാറ്റഗറി 3000 റേഞ്ച്, 3200 റേഞ്ച് ആണ് വന്നിരിക്കുന്നത്. 516 ഏകദേശം മാർക്ക് വന്നിരിക്കുന്നത്. വിശ്വകർമ്മ 760 വന്നിട്ടുണ്ട്. 558 നീറ്റ് സ്കോർ. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 502 കിട്ടിയത്. 567 നീറ്റ് സ്കോർ.
അടുത്തത് KN കാറ്റഗറിക്ക് 4800 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. 4800 റേഞ്ചിന്റെ സ്കോർ 501. അതായത് 4800 റാങ്ക് എടുത്താലും 370 റാങ്ക് എടുത്താലും 500 റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. 500 റേഞ്ചിൽ തന്നെയാണ്. സോ നമ്മുടെ ഓരോ സ്കോറും നമ്മുടെ ഒറ്റ മാർക്കിന് വരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് റാങ്ക് പിന്നിലേക്ക് പോകും. റെഡി? KU കാറ്റഗറി 14,155 കിട്ടി. 422 ആയിരുന്നു കുട്ടിയുടെ നീറ്റ് സ്കോർ. SC കാറ്റഗറി 8700 റേഞ്ചാണ്, 468 നീറ്റ് സ്കോർ. ST കാറ്റഗറി 17,000 റേഞ്ചിൽ കിട്ടിയിട്ടുണ്ട്, 395 ആയിരുന്നു നീറ്റ് സ്കോർ. EW കാറ്റഗറി 1328 വരെ, 544 ആയിരുന്നു നീറ്റ് സ്കോർ. EW എന്ന് പറയുന്നത് ഇക്കണോമിക്കലി വീക്കർ സെഷനാണ്. അതായത് ജനറൽ കാറ്റഗറിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളാണ്. അപ്പൊ ആ ഒരു വിഭാഗത്തിൽ 544 നീറ്റ് സ്കോറിന് വരെ കഴിഞ്ഞ തവണ അഡ്മിഷൻ ലഭിച്ചിരുന്നു. സോ ഇന്ന് നമ്മൾ കണ്ട 2 ക്യാമ്പസുകൾ, ഒന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആണ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയമാണ്. ഒന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രമാണ്. യെസ്, ആൻഡ് അതിനു മുൻപ് നമ്മൾ കണ്ടത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആണ്. അപ്പൊ എല്ലായിടത്തും ഒരു 500 റേഞ്ചിൽ തന്നെയാണ് കഴിഞ്ഞ തവണ കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ജനറൽ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഒരു 550 ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും കട്ട് ഓഫ് വരിക. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകൾ കൺസിഡർ ചെയ്താലും. ബാക്കി നമുക്ക് നോക്കാം, നീറ്റ് സ്കോർ വന്നതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ റിസൾട്ട്സിനൊക്കെ ആയിട്ട് കാത്തിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.